ബിസിനസ് ലോയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോ? ലോന്റെ ബുക്ക് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ. ഇന്ന് ഈ സബ്ജക്റ്റ് 2 ദിവസം നമ്മൾ ക്ലാസ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്ന് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങി വെക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ഫിനിഷ് ചെയ്യാം, കാരണം വളരെ ചെറിയ യൂണിറ്റാണ്. ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ്. അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ അക്കൗണ്ടൻസി ആയാലും മാനേജ്മെൻ്റ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു പരിചയമുണ്ട്, നേരത്തെ കേട്ടൊരു പരിചയമുണ്ട്, പഠിച്ച പരിചയമുണ്ട്. ഇത് നമുക്കൊരു പുതിയ സബ്ജക്റ്റാണ് ലോ പഠിക്കുക എന്ന് പറഞ്ഞാൽ. ലോ നമുക്കറിയാലോ, ലോ നമ്മൾ സാധാരണ ഒരു തിയറി പേപ്പർ എഴുതുന്ന പോലെ നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് വെച്ചിട്ടോ പോയിന്റ് വെച്ചിട്ടോ എഴുതാൻ സാധ്യമല്ല. ലോ തെറ്റാൻ പാടില്ലല്ലോ. അപ്പം ലോക്ക് അതിൻ്റെതായ സെക്ഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ എഴുതിയേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ബിസിനസ് ലോ. ബികോമിനും അതുപോലെ BBAക്കുമുള്ള കോമൺ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പോയിന്റ്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. മറ്റേതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പറ്റും. ഇവിടെ നമുക്കത് പറ്റില്ല. ഈ ഒരു സബ്ജക്റ്റിൽ ആദ്യത്തെ ബ്ലോക്ക് മെർക്കൻഡൈൽ ലോ പരിചയപ്പെടുത്താണ്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻഡൈൽ ലോ. ഒന്നാമത്തെ യൂണിറ്റിലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് മെർക്കൻഡൈൽ ലോന്റെ ഇൻട്രൊഡക്ഷൻ. ശരിക്കും എന്താണ് ഈ മെർക്കൻഡൈൽ ലോ? മെർക്കൻഡൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടമാണ്, ബിസിനസ്. കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാലും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാലും എന്താണ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കമ്പനി എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു പേരാണ് കോർപ്പറേറ്റ് എന്ന്. ഒരു കണക്കിന് കമ്പനി കുറച്ചുകൂടെ ചെറുതാണ്, കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതാണെന്ന് പറയാം. നമ്മൾ കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 1 നമുക്ക് മെർക്കൻഡൈൽ ലോനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. ഇതിന് നോട്ട്സ് വേറെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യൊന്നും വേണ്ട. നോട്ട്സ് സെപ്പറേറ്റ് നോട്ട്, ഇംഗ്ലീഷിലെ നോട്ട് ഇപ്പോൾ ഓൾറെഡി റെഡിയാണ്. ഈ ഒരു യൂണിറ്റ് മാത്രം. ഓരോ യൂണിറ്റും കഴിയുന്നതനുസരിച്ച് ഈ ക്ലാസ്സൊക്കെ പെട്ടെന്ന് തീർക്കും കേട്ടോ. ഞാൻ എടുത്ത് തുടങ്ങിയാൽ കുറച്ചൊക്കെ റെക്കോർഡായിട്ടും ലൈവ് എടുത്തിട്ടൊക്കെ തീർക്കും. അതോടുകൂടി നോട്ടും തരും. അപ്പോൾ കാരണം നിങ്ങൾക്ക് അസൈൻമെൻ്റ് ഒക്കെ എഴുതാനുള്ളതുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 മെർക്കൻഡൈൽ ലോനെ കുറിച്ച് പറയുകയാണ്. ഈ മെർക്കൻഡൈൽ ലോ എന്താണെന്ന് വെച്ചാൽ ഇതിന് കൊമേഴ്സ്യൽ ലോ എന്ന് പറയാറുണ്ട് കേട്ടോ. കൊമേഴ്സ്യൽ, വാണിജ്യ നിയമങ്ങൾ. ബിസിനസ് ചെയ്യുമ്പോൾ നിയമങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഏരിയ ആണ്. ബിസിനസ് ആക്ടിവിറ്റിനെ നിയന്ത്രിക്കുന്ന, അതായത് നമ്മുടെ രാജ്യത്തിന് നിയമമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ലോ ഉണ്ടല്ലോ, നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങൾ എവിടുന്നാ വന്നത്? ഇതിൻ്റെ ഹിസ്റ്ററിയും ഇതിൽ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ലോ എവിടുന്നാ വന്നത്? നമുക്ക് എവിടുന്നാണ് ഈ ലോ കിട്ടിയത്? കുറേ നിയമങ്ങളുണ്ടല്ലോ. ഈ ലോ നമുക്ക് കിട്ടിയത് നമ്മുടെ ഇന്ത്യയിൽ നേരത്തെ ഇവിടെ ഭരണം നടത്തിയിരുന്ന ആൾക്കാർ ഉണ്ടാക്കി തന്നതുണ്ട്, അതായത് ഇംഗ്ലീഷുകാർ ഉണ്ടാക്കി തന്നതുണ്ട്. അതല്ലാതെ അതാത് സമയങ്ങളിൽ ഉണ്ടായ ഓരോ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അതിന് മുമ്പ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് encompasses a wide array of legal principles, statutes, നിയമങ്ങൾ തന്നെയാണ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്, ആൻഡ് കസ്റ്റംസ് ദാറ്റ് ഡീൽ വിത്ത് ട്രേഡ്, സെയിൽസ്, ബൈയിങ്, സെല്ലിങ്, ഫിനാൻസിങ്, അങ്ങനെ കുറേ വരും. ഒരു രാജ്യത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രിൻസിപ്പിൾസും നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാനും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ലോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ ലോ എന്ന് പറയുന്നത്. ആ ലോ എന്തിലൊക്കെ വരും?
അത് ബൈയിങ്, സെയിൽസിനുണ്ട്, ബൈയിങ്ങിനുണ്ട്, ഫിനാൻസിങ്ങിനുണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിനുണ്ട്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? ബിസിനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ കുറേ പേപ്പർ വർക്കുകളുണ്ട്, കുറേ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തലുണ്ട്. ഇതിനൊക്കെ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത കുറച്ച് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് കോപ്പി റൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്. പിന്നെ ഷിപ്പിംഗ് ആൻഡ് ആൾ ഫോംസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലിൽ സാധനങ്ങൾ കൊടുത്തയക്കൽ മാത്രമല്ല ഷിപ്പിംഗ്. ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. ഇതിനൊക്കെ നമ്മൾ ഷിപ്പിംഗ് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് മെർക്കന്റൈൽ ലോ എന്ന് അറിയപ്പെടുന്നത്. അത് ജസ്റ്റ് ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് അതിൽ പഠിക്കേണ്ട മറ്റൊരു സംഗതിയാണ് സോഴ്സ് ഓഫ് ബിസിനസ് ലോ. നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പുറത്ത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അതേ സിലബസ് തന്നെയാണ്, പക്ഷെ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ബിസിനസ് ലോ വന്നത്, എങ്ങനെയാണ് ഈ ബിസിനസ് ലോ ഉണ്ടായത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോ ഉണ്ടായത്? അതൊന്ന് സ്റ്റാറ്റ്യൂട്ട് ലോ ആണ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ട് ലോ എന്ന് പറയുന്നത്? ലെജിസ്ലേഷൻ ഓർ ആക്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ആക്ട്, പാർലമെന്റിൽ പാസ്സാക്കുന്ന ആക്ട് ആണ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണമാണ്. നമ്മൾ ലോക്സഭ, നിയമസഭ എന്നൊക്കെ പറയുന്നില്ലേ, അവിടെയൊക്കെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു ആക്ട് പാസ്സാക്കും. അതായത് ഇനി അടുത്ത വർഷം മുതൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് ഇതാണ് എന്ന് നമ്മുടെ ഇന്ത്യയിൽ പാർലമെന്റോ നിയമസഭയോ ഒരു കാര്യം പറഞ്ഞാൽ അത് ലെജിസ്ലേഷനാണ്, സ്റ്റാറ്റ്യൂട്ട് ലോ ആണ്. അതാണ് സ്റ്റാറ്റ്യൂട്ട് ലോ. നിങ്ങൾ ശരിക്കും വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്റ്റാറ്റ്യൂട്ട് ലോനെ കുറിച്ചിട്ട്? അതായത് നമ്മുടെ നിയമസഭയിൽ നമ്മളുടെ അടുത്ത് കുറേ ലോ ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. എല്ലാം പറഞ്ഞതിന് ശേഷം ഓരോന്നിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. അടുത്തത് നോക്കി നോക്കൂ, ജുഡീഷ്യൽ ഡിസിഷൻസ്. ജുഡീഷ്യൽ ഡിസിഷൻസ് എന്താണ്? ഈ ജുഡീഷ്യൽ ഡിസിഷൻസ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്താ? ഈ ബിസിനസ് ലോ എവിടെ നിന്നുണ്ടായി, എവിടെ നിന്നൊക്കെയാണ് ഇത് ഉണ്ടായി വരുന്നത്? ചിലതൊക്കെ ഇപ്പം ഉണ്ടായതാണ്, ചിലത് നേരത്തെ ഉള്ളതാണ്. ഇപ്പം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാറ്റ്യൂട്ട് ലോ ആണ്, പിന്നെ ജുഡീഷ്യൽ ഡിസിഷൻസ് ആണ്. ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ കോടതി വിധി. കോടതി വിധി വരുമ്പം അത് പിന്നീട് ഒരു നിയമമായിട്ട് മാറും. ഈ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? സ്റ്റാറ്റ്യൂട്ട് ലോ, അതായത് നിയമസഭയിൽ പാസ്സാക്കിയ അല്ലെങ്കിൽ ലോക്സഭയിൽ പാസ്സാക്കിയ ആക്ട് പ്രകാരം. ഞാൻ തന്നെ പറയാം. അതായത് നിങ്ങൾ വിവരാവകാശ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയോ? ഷാഹിന, വിവരാവകാശ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ ആരെങ്കിലും. കേട്ടിട്ടുണ്ടോ വിവരാവകാശ നിയമം? ഷാഹിന ഇല്ലേ? അഞ്ചുണ്ടോ? കേട്ടിട്ടുണ്ട്. വിവരാവകാശ നിയമം, അതിന്റെ പ്രത്യേകത എന്താണ്, എന്തിനുള്ള നിയമമാണെന്ന് അറിയോ? അത് പിടുത്തുണ്ടോ? ഓർമ്മയില്ല. ഇല്ല, ഓക്കെ, ഞാൻ പറയാം. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ പൊതുവെ ഗവൺമെന്റ് ഓഫീസുകൾക്ക് അവരുടെ ഓഫീസിലെ കാര്യങ്ങൾ പുറം ലോകം അറിയാറില്ല. നമ്മളൊരു അപേക്ഷ കൊടുത്തു, അതവർ ഫയലിൽ, അവരുടെ ഗവൺമെന്റ് ഓഫീസിൽ ഒരു ഫയലുണ്ട്. ഇതിന് ചുവന്ന ഒരു ചരടും ഉണ്ടാവും. അതിന് ചുവന്ന ചരടുള്ള ഒരു ഫയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന അപേക്ഷ അതിലവിടെ വെച്ചിട്ടൊരു കെട്ട് കിട്ടും. ചിലപ്പോൾ ഒരു 2 കെട്ട് അങ്ങോട്ട് കിട്ടും. എന്നിട്ട് അതൊരു ഷെൽഫിൽ അങ്ങനെ എടുത്ത് വെക്കും. ആ ഇരുത്തം അത് വർഷങ്ങളോളം ഇരിക്കും. ആ അപേക്ഷ കൊടുത്ത ആളും മരിച്ചു മണ്ണായാലും ആ കെട്ട് പിന്നെ അയക്കൂല, അതങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്ക് പോയിട്ട് ചോദിക്കാനോ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നോ
അത് ഒപ്പിട്ടോ അത് കൈമാറിയോ ഇതൊന്നും നമുക്കറിയില്ല. ഈ അടുത്ത കാലത്തായിട്ട് അതിനെതിരെ ഒരാൾ പ്രതികരിക്കുകയും അതിന് എന്താ പറയാ, ഗവൺമെന്റ് ഓഫീസിൽ എത്തുന്ന ഫയലുകൾക്കൊക്കെ ഗവൺമെന്റിന്റെ എന്ത് സ്ഥാപനങ്ങളുണ്ടോ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിവരങ്ങളും ആർക്കറിയണം, പൊതുജനങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു കേസ് കൊടുത്തു. അങ്ങനെ ഒരു ആക്ട് പാസ്സാക്കി. അതിൻ്റെ പേരാണ് ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം. ഇനി മുതൽ ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിലെ എന്ത് വിവരം വേണമെങ്കിലും ഇന്ത്യ രാജ്യത്തുള്ള ഏത് മനുഷ്യനും പോയി ചോദിക്കാം, ആ ഫയലൊന്ന് എനിക്ക് കാണിച്ചു തരുമോ. ചിലപ്പോൾ അത് കീറി ചവറ്റോട്ടയിലിട്ടുണ്ടാവും. ഇനി അത് നടക്കൂല. അപ്പൊ ഈ അടുത്ത കാലത്താണ് ഇത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിക്ക് പോലും ബാധകമാണ്. അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുമോ? നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുമോ? ഇല്ല. പക്ഷെ ഇനി അങ്ങനെ പാടില്ല. നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങൾക്ക് ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതിയിട്ട് കൊടുക്കാം. കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോടതിയിൽ പോകേണ്ടി വരും. യൂണിവേഴ്സിറ്റിക്കെതിരെ കേസ് വരും. പൊതുജനങ്ങൾ അത്രയും വാല്യൂ ഉണ്ട്. ഇപ്പോൾ അതിന് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു ലെറ്റർ കൊടുക്കുക, ഞാൻ എഴുതിയ പരീക്ഷ പേപ്പർ എനിക്ക് കാണണം. മുമ്പൊന്നും യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ ചിലപ്പോൾ അവർ മര്യാദക്ക് എടുത്ത് വെച്ചോളാം. നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്നത് അവിടെ കൊണ്ടൊരു കെട്ടിയിട്ടാണ്ട് വലിച്ചെറിയുക ചെയ്യാം. പേപ്പർ മര്യാദക്ക് നോക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ ചില റിസൾട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇനി അത് നടക്കൂല. ഇനി ആരെങ്കിലും ഒരു പേപ്പറിൽ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണ്. നിങ്ങൾ നന്നായി പാസ്സാവുമെന്ന് വിചാരിച്ചൊരു പേപ്പർ നിങ്ങൾ ഫെയിലായി, നേരെ യൂണിവേഴ്സിറ്റി ചെല്ലാം, ഒരു വെള്ള പേപ്പറിൽ എനിക്ക് എൻ്റെ ആൻസർ ഷീറ്റ് കാണണം. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ കൊടുത്താൽ യൂണിവേഴ്സിറ്റി നിങ്ങളെ പേപ്പർ കാണിച്ചു തരണം. കാണിച്ചാൽ അത് നിങ്ങൾക്കും ജസ്റ്റ് അതൊന്ന് നോക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അതിൻ്റെ കോപ്പി തരും കേട്ടോ, ഒറിജിനൽ അല്ല, കോപ്പി നിങ്ങൾക്ക് തരും എന്തിൻ്റെ. അതാണ് ഇപ്പോഴത്തെ ഈ മന്ത്രിമാരൊക്കെ അവർ ചില യാത്രകളൊക്കെ നടത്തുന്നതിൻ്റെ ചെലവ് കണക്കൊക്കെ പുറത്തു വരുന്നത് അങ്ങനെയാണ്. വിവരാവകാശ നിയമം മൂലം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഒരു അമേരിക്കൻ യാത്ര നടത്തി. നിങ്ങൾക്ക് തോന്നുകയാണ് ആ യാത്ര നടത്തിയത് ആരുടെ പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ എത്ര പൈസ അതിന് ചിലവാക്കി? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ മതി. അത് കിട്ടും, നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആക്ട് ഉണ്ട്. ഈ ആക്ട് എവിടുന്ന് വന്നു? ആക്ട് ഓഫ് പാർലമെന്റ്. ഇനി ചില കേസിൽ ജുഡീഷ്യൽ ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയും കുറെ നിയമങ്ങൾ വരും. അത് കോടതി വിധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെയാ? ലെജിസ്ലേഷനാണ്. എവിടെ? നിയമസഭയിൽ, പാർലമെന്റിൽ നമ്മൾ ആൾക്കാർ ഇരുന്നിട്ട് തീരുമാനിക്കുന്നതാ. ഇത് ജഡ്ജിമാർ തീരുമാനിക്കുന്നതാ. കോടതിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിനൊരു വിധി പുറപ്പെടുവിക്കും. അത് പിന്നീട് ഒരു നിയമമാവും. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ അടുത്ത കാലത്ത് ഋഷിരാജ് സിംഗിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അയാളുടെ ആ ഒരു സമയത്ത് ഒരു നിയമം വന്നിരുന്നു. അത് സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിയമമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 13 മിനിറ്റ് ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കിയാൽ കേസാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഞ്ജു കേട്ടിട്ടുണ്ടാവും. ഇതൊരു സ്ത്രീ പരാതി കൊടുത്തതാ. അതായത് ചില ആൾക്കാരുണ്ട് ടൗണിലൊക്കെ നിൽക്കുമ്പോൾ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ എന്താ പറയാ, തുറിച്ചു നോക്കുക. ആ നോട്ടം അത് ആണായാലും പെണ്ണായാലും നമുക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനെതിരെ കോടതിയിൽ ഒരു സ്ത്രീ പരാതി കൊടുത്തു. അപ്പോൾ ഒരു നിയമം അവിടെ വന്നു. അത് കോടതിയിൽ നിന്ന് വന്നതാണ്. 13 മിനിറ്റിൽ കൂടുതൽ, 13 മിനിറ്റ് അല്ല കേട്ടോ, 13 സെക്കൻഡാണ്. മുഖത്തേക്ക് തന്നെ നോക്കിയാൽ കേസ് കൊടുക്കാം. നോക്കാൻ പാടില്ല, പണിഷബിൾ ആണ്. ഇത് ജുഡീഷ്യൽ ഡിസിഷനാണ്, കോടതിയിൽ നിന്ന് വന്ന ഡിസിഷനാണ്. അതിപ്പോൾ നിയമമാണ്. അപ്പോൾ
അങ്ങനെ ഒരു ആക്ട്, ഒരു നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ലോ വരുന്നത്, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ലോ ആണ്. ബിസിനസ്സിലും ഇതേപോലെ തന്നെ കോടതിയിൽ നിന്ന് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പം അത് ലോ ആക്കിയിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് പഠിച്ചു. സ്റ്റാറ്റ്യൂട്ട് ലോ ഉണ്ട്, ജുഡീഷ്യൽ ഡിസിഷൻസ് ഉണ്ട്, ദെൻ കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് ട്രേഡ്. പൊതുവെ നമ്മൾ സാധാരണ നടത്തുന്ന കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പഴയ ഏതെങ്കിലും ബുക്കിൽ നിന്നൊക്കെ കിട്ടിയതാവും. നമ്മുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലതും നമ്മുടെ മതഗ്രന്ഥങ്ങളിലുണ്ട്. അതെല്ലാം ബൈബിളിലും ഖുർആനിലും അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ വരുന്ന കുറേ ഗ്രന്ഥങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങൾ, അർത്ഥശാസ്ത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം ശരിക്കും പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ചില റൈറ്റിങ്സുകൾ ഇന്ത്യക്കാരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ആ അർത്ഥശാസ്ത്രത്തിൽ എങ്ങനെ ബിസിനസ് നടത്തണം, പ്രോഫിറ്റ് എങ്ങനെ വീതിക്കണം, പാർട്ണർഷിപ്പ് എങ്ങനെ നടത്തണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റൂൾ വെച്ചിട്ട് പണ്ട് മുതലേ ബിസിനസ് നടത്തി വന്നിട്ടുണ്ടാവണം. ആ റൂൾസ് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. അതും ഒരു ബിസിനസ് ലോയുടെ ഒരു പാർട്ടാണ്. അങ്ങനെയും കുറേ ലോസ് വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ. കുറേ നിയമങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ നമുക്ക് തന്നിട്ട് പോയതാണ്. നമുക്കറിയാം, കുറേ കാലം ഇംഗ്ലീഷുകാർ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു, ഒരുപാട് നമ്മളെ പറ്റിച്ചിരുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ പെട്ട ഒരു സംഗതി, കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി, നിയമനിർമ്മാണം നടത്തി, ഭരണം നടത്തി, എങ്ങനെ ഭരിക്കണം എന്ന് കാണിച്ചു തന്നു. കുറേ പാലങ്ങളും റെയിൽ പാളങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. എല്ലാം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിലും അത്രയൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ പെട്ട ഒരു സംഗതിയാണ് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ. അന്ന് ഇംഗ്ലീഷുകാർ ഉണ്ടാക്കി വെച്ച ലോ ഇപ്പോഴും അതേപോലെ തന്നെ പലതും ഫോളോ ചെയ്യുന്നു. ചിലതിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇപ്പോഴും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സോഴ്സ്, ലോയുടെ സോഴ്സ് അങ്ങനെയും വരും. പിന്നെ നമ്മൾ സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ജീവിക്കുമ്പോൾ ഒരു ന്യായമായ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതും ഇങ്ങനെയുള്ള ബിസിനസ് ലോയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻസ്. പലപ്പോഴും നമ്മൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അത് ഇപ്പോൾ അല്ല, പണ്ട് മുതലേ ഇന്ത്യ കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ സോളമൻ ചക്രവർത്തിയുടെ കാലം മുതൽ അന്നത്തെ ചരിത്രങ്ങളൊക്കെ തന്നെ സൂചന നൽകുന്നുണ്ട് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു. കേരളമായി പോലും നമ്മുടെ പല രാജ്യങ്ങൾക്കും ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർനാഷണൽ ബന്ധവും ഇപ്പോഴും നടക്കുന്നുണ്ട്. കുറെ കൺവെൻഷൻസും കാര്യങ്ങളൊക്കെ, അതിലൂടെയും കുറെ നിയമങ്ങൾ, എങ്ങനെ ബിസിനസ് ചെയ്യണം, പുറത്തേക്ക് എങ്ങനെ സാധനം അയക്കണം, അവിടെ നിങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നതുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ബിസിനസ് ലോയുടെ സോഴ്സ് എന്ന് നമുക്ക് പറയാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അത് നമ്മുടെ ഭരണകർത്താക്കന്മാരുണ്ടാക്കുന്ന ലോസ് ആണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലോ ഓഫ് കോൺട്രാക്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്ററും ഈ ബ്ലോക്ക് തന്നെ പോവുക. ലോ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ ഇതിന് കരാർ എന്ന് പറയും. എന്താണ് കരാറിന്റെ നിയമം? എന്താണ് കരാർ? ദ ലോ ഓഫ് കോൺട്രാക്ട് ഈസ് എ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ്. കരാർ എന്താണെന്ന് പിന്നെ പറയാം. അതിനു മുമ്പ് ദ ലോ ഓഫ് കോൺട്രാക്ട് ഈസ് എ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് മെർക്കന്റൈൽ ലോ. നമ്മൾ ബിസിനസ് ലോ പഠിച്ചു, അല്ലെങ്കിൽ മെർക്കന്റൈൽ ലോ പഠിച്ചു. മെർക്കന്റൈൽ ലോയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലോ ഓഫ് കോൺട്രാക്ട്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും അവിടെ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോൺട്രാക്ട് നമ്മൾ ആളുകളുമായിട്ട് എപ്പോഴും കോൺട്രാക്റ്റിൽ വരും. അതായത് ഒരു എഗ്രിമെന്റ്, ഒരു ബോണ്ട്. Governing the agreement between two or more parties that create legally binding obligation. In essence, contract is an agreement enforceable by law. എന്താണ് കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ അതൊരു എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് മാത്രമല്ല, അത് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം മൂലം നിയമസാധുതയുള്ള ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. അപ്പൊ നിങ്ങൾ എഗ്രിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ?
ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ എഗ്രിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എഗ്രിമെന്റ് നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്താണ് എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? സ്ഥലം വാങ്ങാൻ സോറി, അതിനൊരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോ അതിനൊരു എന്താ പറയാ, ആ എഗ്രിമെന്റ് വേണമെന്ന് നമുക്ക് ഒരു ഉറപ്പ് വേണം എന്നൊക്കെ പറയില്ല, അങ്ങനെ ആ ഒരു യെസ്. രണ്ടാൾക്കാർ തമ്മിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ടാൾക്കാർ തമ്മിലുള്ള ഇടപാടുകളാണ്. അവിടെ ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എഗ്രിമെന്റ് എന്ന് പറയാം. നമ്മൾ എഗ്രിമെന്റ് എഴുതാറുണ്ട്. ഇപ്പോൾ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു എഗ്രിമെന്റ് എഴുതും. ഇവിടെ പറഞ്ഞത് എഗ്രിമെന്റ് അല്ല, കോൺട്രാക്റ്റ് ആണ്. ആ എഗ്രിമെന്റിന് എൻഫോഴ്സിബിൾ ബൈ ലോ ഉണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം എഗ്രിമെന്റ് എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ പഠിച്ചാലേ കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ചുമ്മാ ഞാൻ വെറുതെ ഒരു കോൺട്രാക്ട് എന്താണെന്ന് ഡെഫിനിഷൻ പറയുന്നു. ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. വാട്ട് ഈസ് എ കോൺട്രാക്ട്? ആക്ട് പ്രത്യേക നോട്ട് ചെയ്യണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 is the primary legislation that defines the governs the contract. ആദ്യത്തെ ആത്യന്തികമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കോൺട്രാക്ട് എന്താണെന്നതിനെ കുറിച്ച് പറയുന്നത്. വർഷം നോക്കണം കേട്ടോ നിങ്ങൾ, 1800. അപ്പൊ നമ്മുടെ കോൺട്രാക്റ്റും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഏത് കാലം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. 1800 തന്നെ ആക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ത്യയിൽ കച്ചവടങ്ങൾ എത്രയോ പുരാതന കാലമായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് വലിയ ചരിത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. കാരണം ധാരാളം പ്രകൃതി സമ്പത്ത് ഇവിടെ ഉണ്ട്. കച്ചവടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ട് നോട്ട് ചെയ്യാനാണ് കേട്ടോ. ആക്ട് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ H, ഇങ്ങനെയാണ് ഇതിനെ പറയാം. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ സെക്ഷൻ കോൺട്രാക്ട് ആക്ട് 1872 അതിലെ തന്നെ സബ്സെക്ഷന് സെക്ഷൻ 2 സബ്സെക്ഷൻ H, അതിൽ എഗ്രിമെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ലൈനേ ഉള്ളൂ. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ആണ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം മൂലം എൻഫോഴ്സിബിൾ ആയിട്ടുള്ള നിയമസാധുതയുള്ള എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഉറപ്പിന് വേണ്ടി എഴുതുന്ന സംഗതി. അത് എപ്പോഴാണ് നിയമസാധുത ഉള്ളതായി മാറുക? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതായത് ചില ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ മാനേജർമാർ നമ്മളെ കൊണ്ട് വെറുതെ ഒരു വെള്ളപ്പേപ്പർ തന്നിട്ട്, ഇനി നിങ്ങളുടെ അടുത്തും അങ്ങനെ ചിലപ്പോൾ പരീക്ഷിക്കാം, ഒരു വെള്ളപ്പേപ്പർ തന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും എഴുതാൻ പറയും. അല്ല, ഒരു വെള്ളപ്പേപ്പർ നിങ്ങളുടെ കയ്യിൽ, ഞാൻ നിങ്ങളെ വിളിച്ചു, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാനൊരു വെള്ളപ്പേപ്പർ തന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിലൊന്ന് സൈൻ ചെയ്യും. എവിടെ സൈൻ ചെയ്യും നിങ്ങൾ? ഞാൻ പറഞ്ഞു താഴെ നിങ്ങൾ സൈൻ ചെയ്യും. ഒരു A4 ഷീറ്റ് എടുത്തു. A4 ഷീറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് സൈൻ ചെയ്ത് തരുമോ താഴെ. മാനേജർ പറഞ്ഞു നിങ്ങൾ സൈൻ ചെയ്യില്ലേ? അതായത് ഒരു A4 ഷീറ്റ് ആണെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങളോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ സൈൻ ചെയ്യോ? ഞാൻ പേര് വിളിക്കണം. ഞാൻ അഞ്ജുനെ തന്നെ വിളിക്കാം. അഞ്ജു എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിലെന്താന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിൽ സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. യെസ്. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങൾ താഴെ സൈൻ ചെയ്യാതെ മുകളിൽ സൈൻ ചെയ്യാം.
നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂവിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പേപ്പർ തന്നിട്ട് നിങ്ങളോട് മാനേജർ പറയണം ഇതിലൊന്ന് സൈൻ ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പ് ഭയങ്കര വിലയുള്ള സാധനമാണ്. പലർക്കും അത്ര അതിന്റെ വില അറിയില്ല. നമ്മൾ ഒപ്പ് ഭയങ്കര വിലയുള്ള സാധനമാണ്. അപ്പൊ നമ്മളൊരു വെള്ള പേപ്പറിന്റെ ഇവിടെ നിങ്ങൾ സൈൻ ചെയ്താൽ ഇവിടെ മുതൽ ഇവിടെ വരെ എഴുതിയ കാര്യങ്ങൾക്ക് ഉത്തരവാദിയാണ് ഈ സൈൻ ഇട്ട ആള്. അതെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനൊക്കെ ഈ സൈൻ ഇട്ട ആൾ ഉത്തരവാദിയാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ ഒപ്പിടരുത്, ഇവിടെ ഒപ്പിടുക, മുകളിൽ ഒപ്പിടുക. താഴെ എഴുതിയ കാര്യത്തിന് നിങ്ങൾ ഉത്തരവാദിയല്ല. അതാണ് വില. ഇതാണ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പൊ ഞാന് നിങ്ങളുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുകയാണ്. അതായത് എൻ്റെ കാറ് 6 മാസത്തേക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അതാണ് ഞാൻ എഴുതിയത്. അതിൽ എന്ത് ചെയ്തു, താഴെ ഞാനും നിങ്ങളും ഒപ്പിടും. അപ്പൊ എന്തായി? ഇപ്പൊ അത് എഗ്രിമെന്റ് ആയി. ഇതാണ് എഗ്രിമെന്റ്. കോൺട്രാക്റ്റ് ആയിട്ടില്ല കേട്ടോ. കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഞാനും നിങ്ങളും എഴുതിയ എഗ്രിമെന്റിന് എൻഫോഴ്സിബിൾ ബൈ ലോ ഉണ്ടാവണം. അപ്പൊ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഉണ്ടാവുക? എഗ്രിമെന്റ് ആണ് ഉണ്ടാവുക. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടെ എഴുതുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് എന്താണെന്ന് പിന്നെ പറയാം. എഗ്രിമെന്റിലേക്ക് വരാം, അതാ നല്ലത്. അപ്പോ എന്താണ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് ഫോർ എ കോൺട്രാക്ട് ടു എക്സിസ്റ്റ് ദർ മസ്റ്റ് ബി ഫസ്റ്റ് ബി ആൻ എഗ്രിമെന്റ്. എല്ലാ കോൺട്രാക്റ്റും ആദ്യം ഒരു എഗ്രിമെന്റ് ആയിരിക്കും. ആൻ എഗ്രിമെന്റ് ഈസ് ഫോംഡ് വെൻ എ പേഴ്സൺ മേക്ക് എ പ്രപ്പോസൽ. ഒരാള് ഒരു വാഗ്ദാനം ചെയ്യുക. ഞാൻ എൻ്റെ കാറ് തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ടു അനദർ ആൻഡ് ദ പേഴ്സൺ ടു ഹും പ്രപ്പോസൽ. ഒന്നുകിൽ മറ്റാൾ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അത് മെയ്ഡ് സിഗ്നിഫൈസ് ഈസ് അസെന്റ് ദെയർ ടു. നിങ്ങൾ സമ്മതിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കാറ് ഞാൻ നിങ്ങൾക്ക് തരാം 6 മാസത്തിന്. നിങ്ങൾ സമ്മതിച്ചു, ആയിക്കോട്ടെ, ഞാനത് ഏറ്റെടുത്തോളാം. അതിനൊരു എമൗണ്ടും പറയട്ടോ, വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല, എമൗണ്ട് പറയും. ഇതെന്താണ്? ഒരു ഓഫർ നൽകുകയും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് പറയുക. ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് എഴുതുകയാണെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് താഴെ ഒപ്പിട്ടാൽ എന്തായി? എഗ്രിമെന്റ് ആയി. ഞാൻ പറഞ്ഞ എൻ്റെ കാറ് 1 ലക്ഷം രൂപക്ക് 6 മാസത്തിന് ഉപയോഗിക്കാൻ ഞാൻ തരാം. അത് നിങ്ങൾ ഉപയോഗിക്കുക. 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ കാർ എനിക്ക് തരാം. നിങ്ങളുടെ പൈസ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചും തരും. നിങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളും അതിലെഴുതും. എന്നിട്ട് 1-ാം കക്ഷി 2-ാം കക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുക. എന്നിട്ട് താഴെ ഞാൻ ഒപ്പിടും, നിങ്ങൾ ഒപ്പിടും. എന്തായി മാറി? എഗ്രിമെന്റ് ആയി. ഇനി ഇത് എപ്പോഴാണ് കോൺട്രാക്റ്റ് ആകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അടുത്ത് നോക്കൂ. എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഇപ്പൊ എഴുതിയ എഗ്രിമെന്റ് ഉണ്ടല്ലോ, ഒരു വെള്ള പേപ്പർ A4 ഷീറ്റിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഗ്രിമെന്റ് ആണ്, കോൺട്രാക്റ്റ് അല്ല. നോട്ട് ആൾ എഗ്രിമെന്റ് ആർ കോൺട്രാക്റ്റ്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് അല്ല. ഫോർ ആൻ എഗ്രിമെന്റ് ടു ബിക്കം എ കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അതിൽ നിയമം പ്രയോഗിക്കാൻ പറ്റണം. ദിസ് മീൻസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ പാർട്ടീസ് ഫെയിൽ ടു ഫുൾഫിൽ ദെയർ പാർട്ട് ഓഫ് ആൻ എഗ്രിമെന്റ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനൊരു വെള്ള പേപ്പറിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചാൽ അത് എഗ്രിമെന്റ് ആണെന്ന് പറയാം. ഇനി ആ വെള്ള പേപ്പറിന് പകരം ഞാൻ ആ പേപ്പർ മാറ്റിയിട്ട് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അറിയാലോ, സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിലാണ് നിങ്ങളെ കൊണ്ട് എഴുതിച്ചത് എങ്കിൽ എഗ്രിമെന്റ് അല്ല, എന്തായി മാറി? കോൺട്രാക്റ്റ് ആയി മാറി. കോൺട്രാക്റ്റ് ആയാൽ എന്തിനാണ് നമ്മൾ ആ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്നത്? 200, 500, 1000 ഒക്കെ സ്റ്റാമ്പ് പേപ്പർ കിട്ടും. സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്നത് എന്തിനാണ്? അത് നിയമപരമായിട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്നത്. അപ്പൊ നമ്മൾ വെള്ള പേപ്പറിൽ എഴുതി ഉണ്ടാക്കുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. അതിന് നിയമസാധുത ഇല്ല. നമ്മൾ തമ്മിലുള്ള ഒരു ഇത് മാത്രം എഗ്രിമെന്റ്. എന്നാൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതേ സാധനത്തിന് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഞാനും ഒപ്പിട്ട് നിങ്ങളും ഒപ്പിട്ടില്ലേ, ആ ഒപ്പിടുന്നതിന്റെ മുന്നേ അതിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി.
ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ് എന്നാണ് സ്റ്റാമ്പ് കിട്ടും. സ്റ്റാമ്പ് ഇട്ടിട്ട് ആ സ്റ്റാമ്പുമ്പോൾ കൂടി നമ്മൾ 2 ടീമും കൂടെ ഒപ്പിട്ടാൽ അതെന്തായി? എൻഫോഴ്സിബിൾ ആയി. ഇനി അത് നിയമത്തിന്റെ രീതിയിലാണ് പോവുക. അതായത് ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്താൽ, ഞാൻ കാറ് തന്നില്ല വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കാർ ഇങ്ങോട്ട് തന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോഴൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ എഗ്രിമെന്റിന് കേസ് കൊടുക്കാൻ പറ്റില്ല. അത് വെറുതെ നമ്മളൊരു ധൈര്യത്തിന് എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മിക്കവാറും എഗ്രിമെന്റുകളൊക്കെ എന്താണ് ചെയ്യാറ്? സ്റ്റാമ്പ് പേപ്പറിലാണ് എഴുതാറ്, ബിസിനസ്സിൽ പ്രത്യേകിച്ചും. അപ്പൊ ബിസിനസ്സിൽ എഴുതുന്ന എഗ്രിമെന്റ് ഒക്കെ എന്താണ്? കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ എഗ്രിമെന്റ് എന്താണ്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഓഫർ ചെയ്യുകയും മറ്റാൾ അത് സ്വീകരിക്കുകയും ചെയ്യുക, അതാണ് എഗ്രിമെന്റ്. കോൺട്രാക്റ്റോ? അംഗീകരിച്ച എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ് എന്ത്? കോൺട്രാക്റ്റ്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. മെർക്കൻറ്റൈൽ ലോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും സോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ലോ ഓഫ് കോൺട്രാക്റ്റ്, അതിന് കൊടുത്ത ഡെഫിനിഷൻ നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. An agreement enforceable by law is a contract. നമ്മളോട് എഗ്രിമെന്റ് എന്താണെന്നല്ല ചോദിക്കുക, എന്താണ് കോൺട്രാക്റ്റ്? ഒന്നും പറയേണ്ട, ഈ ഒറ്റ ലൈന് പറഞ്ഞാൽ മതി. പക്ഷെ ആക്ട് പ്രത്യേകം ഇത് പറയണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഡിഫൈൻസ് an agreement enforceable by law. ഇതാണ് നിയമം മൂലം എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് എന്താണെന്ന് പഠിച്ചത്. എഗ്രിമെന്റ് അതിനെപ്പോഴാണ് എൻഫോഴ്സിബിലിറ്റി കിട്ടുക? നിയമത്തിന്റെ മുന്നിൽ അതിനെ കൊണ്ടുവരുമ്പോൾ. അപ്പം എഗ്രിമെന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതിന്റെ സെക്ഷനും പറയുന്നുണ്ട്. നമ്മൾ അതിന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ആണ് എഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എഗ്രിമെന്റ്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ്, ഒന്നുകിൽ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ ഒരു കൂട്ടം വാഗ്ദാനം, ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെന്റ്. പരസ്പരം അംഗീകരിച്ച വാഗ്ദാനമോ ആണ് എഗ്രിമെന്റ്. പരസ്പരം അംഗീകരിച്ച വാഗ്ദാനങ്ങൾ, അത്രേ ഉള്ളൂ എഗ്രിമെന്റിന്റെ കാര്യം. അപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ അംഗീകരിക്കുക. അതുകൊണ്ട് എഗ്രിമെന്റ് 2 കാര്യങ്ങളാണ് എഗ്രിമെന്റിൽ ഉള്ളത് എന്ന് പറയാം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, ദെൻ കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനം കൺസിഡറേഷൻ. ഞാനത് പറഞ്ഞുതരാം. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാർ അങ്ങോട്ട് തരാം, ഞാൻ തരുന്ന ഓഫറാണ്. ഇത് ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ എഗ്രിമെന്റ് അല്ല കേട്ടോ. നിങ്ങൾ അംഗീകരിച്ചില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് എഗ്രിമെന്റ് ആയില്ല. നിങ്ങൾ പറയാണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ 2 സാധനം ഉണ്ടായാലും ഓഫർ ആവില്ല. എന്തുകൂടെ വേണം? കൺസിഡറേഷൻ വേണം. എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫലം. ഞാൻ എൻ്റെ കാറ് തരാം, നിങ്ങൾ അത് സ്വീകരിക്കും എന്ന് മാത്രം പോരാ, 1 ലക്ഷം രൂപയും കൂടെ തരണം. അത് നിങ്ങൾ അംഗീകരിച്ചാലേ എഗ്രിമെന്റ് ആവുള്ളൂ. അതുകൊണ്ട് ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ, ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്. കൺസിഡറേഷൻ പ്രതിഫലമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ വാഗ്ദാനവും സ്വീകരിക്കലും പ്രതിഫലവും ഉൾപ്പെടുന്നതാണ് എഗ്രിമെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് എഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ. പിന്നെ അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് എന്തായിരിക്കും? എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, നിയമമൂലം അംഗീകരിക്കുന്ന എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ യൂണിറ്റിലുള്ള ഫസ്റ്റ് ടോപ്പിക്. പക്ഷെ ഇതിന്റെ കൂടെ ഒരു സംഗതി കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അത് എഗ്രിമെന്റും, ഇത് എക്സാമിന് ചോദിക്കുന്നതുമാണ്, അതുകൊണ്ട് നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം കൂടി നോക്കണം.
നിങ്ങൾ എക്സാമിന് വ്യത്യാസം ചോദിച്ചാൽ വേഗം നിങ്ങൾ ഇതേപോലെ ഒരു ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് വലുതാക്കാം. വെയിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് എഗ്രിമെന്റ്. ഇങ്ങനെ കോളം വരച്ചിട്ട് തന്നെ എഴുതിയാൽ മതി. ഡെഫിനിഷൻ നോക്കൂ. ഡെഫിനിഷനിൽ തന്നെ അത് വ്യത്യാസമുണ്ട്. അതായത് എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഈസ് എഗ്രിമെന്റ്. വെറും പ്രോമിസ് ആണ് എഗ്രിമെന്റ്. എന്നാൽ എഗ്രിമെന്റിനെ നിയമം മൂലം ഫോഴ്സ് ചെയ്യുന്നതിനെ കോൺട്രാക്റ്റ് ആയിട്ട് പറയാം. ഇത് വെറും പ്രോമിസും അംഗീകരിക്കലാണ്. ഇവിടെയോ അതിൻ്റെ നിയമസാധുത ഉണ്ടാക്കലാണ്. ഈ ഒരു സംഗതി കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതുക. സ്കോപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം, ഇറ്റ്സ് എ ബ്രോഡ് ടേം ഇൻക്ലൂഡ് ആൾ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ്സ് ആൻഡ് പ്രോമിസസ് ബിറ്റ്വീൻ 2 or more parties regardless of whether they are legally binding. എഗ്രിമെന്റ് നമ്മൾ എപ്പോഴും തോന്നുമ്പോഴൊക്കെ എഴുതും. കാരണം അതിന് നിയമസാധ്യതയൊന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എഗ്രിമെന്റ് എഴുതും. എഴുതുക എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എല്ലാം എഴുതി ഉണ്ടാക്കൽ മാത്രമല്ല. ചില എഗ്രിമെന്റ് ഒന്നും എഴുതി ഉണ്ടാക്കൂല. അത് സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ട് ഉണ്ടാവും. ശരിക്കും നമ്മൾ എല്ലാ ബിസിനസ്സും കോൺട്രാക്റ്റ് ആണെന്നാണ് പറയാം. ചില കോൺട്രാക്റ്റ് നമ്മൾ നോക്കിയാൽ കാണൂല. ഞാൻ ഇന്നത് തരാം, നിങ്ങൾ ഇന്നത് തരാം, തിരിച്ചു തരും എന്നൊക്കെ രീതിയിലുള്ള സംഗതികൾ പലപ്പോഴും നമ്മളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോളേജിൽ പോവുകയാണെന്ന് വിചാരിക്കുക. കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറിയാൽ നിങ്ങൾ ക്യാഷ് കൊടുക്കണില്ലേ? അതൊരു എഗ്രിമെന്റ് ആണ്. ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറയും. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്താണ്? ബസ്സിന്റെ ഓണറും നിങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അവിടെ. എന്താ? 20 രൂപ നിങ്ങൾ തന്നാൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചു തരാം എന്നുള്ള കോൺട്രാക്റ്റ്, അത് നിങ്ങൾ അംഗീകരിക്കുന്നു. അതാണ്. അപ്പോൾ കോൺട്രാക്റ്റ് എല്ലാം എഴുതി ഉണ്ടാക്കുന്നത് തന്നെ എല്ലാ ഇംപ്ലൈഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളും ഉണ്ട്. അപ്പോൾ എഗ്രിമെന്റ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷേ കോൺട്രാക്റ്റ് വൈഡ് അല്ല, എപ്പോഴും ഉണ്ടാക്കുന്നതല്ല. കോൺട്രാക്ട് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എഗ്രിമെന്റ്. ചില പ്രത്യേക എഗ്രിമെന്റ് മാത്രമാണ് എന്തിൽ പെടുള്ളൂ? കോൺട്രാക്റ്റിൽ പെടുള്ളൂ. കാരണം അതിന് ലീഗൽ ബൈൻഡിങ് ഉണ്ടാവണം. സോ ബൈൻഡിങ് ആണ്. ഒരു എഗ്രിമെന്റിന് എന്തില്ല? ലീഗൽ ബൈൻഡിങ് ഇല്ല. അതിന് നിയമത്തിന്റെ പരിരക്ഷയോ നിയമത്തിന്റെ ഒരു നിർബന്ധിക്കലോ ഒന്നും ഇല്ല അതിന്. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിലൊരു എഗ്രിമെന്റ് എഴുതി ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടു. അത് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാനോ, ഞാനും നിങ്ങളും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കാറ് 1 ലക്ഷം രൂപക്ക് 6 മാസത്തിന് തരാം എന്ന് എഴുതി വെള്ള പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടി തന്നില്ല. നിങ്ങൾ എനിക്ക് പൈസ തന്നു, ഞാൻ എന്ത് ചെയ്തു? വണ്ടി തന്നില്ല. നിങ്ങൾക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അതൊരു എഗ്രിമെന്റ് മാത്രമാണ്. വെള്ള പേപ്പറിൽ എഴുതി വെച്ചത്, അതിന് വിലയില്ല. എന്നാൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നുണ്ട്, അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ലീഗലി ബൈൻഡഡ് ആണ്. ലീഗലി അതിനെ എൻഫോഴ്സിബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നഷ്ടം വരുത്തിയാൽ അതൊക്കെ എന്താ പറയുക, ലോ മുഖേന അതിനെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇത് ലീഗലി ബൈൻഡിങ് ആണ് എന്ന് പറയാം. ഓക്കെ, അതാണ് മറ്റൊരു വ്യത്യാസം. നോക്കൂ, എലമെന്റ്സ് നോക്കൂ. ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു എഗ്രിമെന്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഓഫർ ഉണ്ടാവും, ആക്സെപ്റ്റൻസ് ഉണ്ടാവും, കൺസിഡറേഷൻ ഉണ്ടാവും. കൺസിഡറേഷൻ എന്തായിരുന്നു? പ്രതിഫലമാണ്. എന്നാൽ ഇവിടെ റിക്വയേഴ്സ് ആണ് കേട്ടോ. ഇത് റിക്വയേഴ്സ് ആണ്. ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാം. റിക്വയേഴ്സ് ആൾ എലമെന്റ്സ്. requires all elements of an agreement plus additional essential elements of a valid. ഒരു എഗ്രിമെന്റിന് കുറച്ച് സാധനങ്ങൾ മതി. എന്നാൽ അതൊരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്, എസെൻഷ്യൽ എലമെന്റ്സ്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിയത് എഗ്രിമെന്റ് ആണ്. അതിന് കുഴപ്പമൊന്നുമില്ല.
ഞാൻ നിങ്ങളും കൂടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി, സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ഒപ്പിട്ടു, സാക്ഷികളൊക്കെ വെച്ച് ഒപ്പിട്ടിട്ട് എഴുതി. അത് കോൺട്രാക്റ്റ് ആണല്ലോ, ആണ്. പക്ഷേ ഞാനും അഞ്ജുവും തമ്മിലാണ് എഴുതിയത് വിചാരിക്കുക. സ്റ്റാമ്പ് പേപ്പർ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ അഞ്ജുവിന് 18 വയസ്സായിട്ടില്ല എങ്കിൽ അത് സ്റ്റാമ്പ് പേപ്പറിലാണെങ്കിൽ പോലും എന്തല്ല, കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽ എലമെന്റ് ആണ് 18 വയസ്സാവുക എന്നുള്ളത്. എഗ്രിമെന്റിന് അങ്ങനെയില്ല. ഇവിടെ എന്തുണ്ട്, കോൺട്രാക്റ്റിന്റെ കേസിൽ 18 വയസ്സായാലേ എഗ്രിമെന്റ് എഴുതാൻ, കോൺട്രാക്റ്റ് എഴുതാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് അല്ല, അതിന് നിയമസാധുതയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നിയമസാധുത കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആവുള്ളൂ. then എൻഫോഴ്സിബിലിറ്റി, നിങ്ങൾക്ക് അതിനെ നിർബന്ധിച്ച് ചെയ്യിക്കാനൊന്നും കഴിയില്ല. അതായത് എഗ്രിമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കാറ് തന്നില്ല, നിങ്ങൾക്ക് എന്നെ വന്നിട്ട് ചീത്ത പറയാനോ എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കാനോ കേസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാനോ സാധ്യമല്ല എഗ്രിമെന്റിൽ. നേരെ മറിച്ച് കോൺട്രാക്റ്റ് ഞാൻ സ്റ്റാമ്പ് പേപ്പറിലാണ് എഴുതിയത് എങ്കിൽ നിങ്ങൾ ആ സ്റ്റാമ്പ് പേപ്പറിന്റെ കോപ്പി കോടതിയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. എന്നെ തെരഞ്ഞ് പോലീസ് വരും. അപ്പൊ ഇവിടെ പോലീസ് വരില്ല, ഇവിടെ പോലീസ് വരും. ഇനിയുള്ളതാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്. all contracts are agreements but all agreements are not a contract. എല്ലാ എഗ്രിമെന്റും, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, എന്നാൽ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് അല്ല. ശരിയല്ലേ? ഇതൊക്കെ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവട്ടോ. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, കാരണം ഒരു എഗ്രിമെന്റ് ആണ് ഒപ്പിട്ടിട്ട് കോൺട്രാക്റ്റ് ആക്കുക. എന്നാൽ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ്, all contracts as agreement, a contract is a subset of agreement. എല്ലാ എഗ്രിമെന്റും എന്തല്ല, കോൺട്രാക്റ്റ് ആണോ? അല്ല. കോൺട്രാക്റ്റ് സബ്സെറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, അതായത് അതിന്റെ ഒരു കീഴ് ഘടകമാണ് എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ പറയാം, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് അല്ല. ഇത്രയാണ് അതിന്റെ ഡെഫിനിഷൻ, ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഈ കോളം വൈസിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ഡിഫറൻസ് ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ കോളം വരച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ?